Hi friends, have a nice day. Welcome to 123 at hash. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബീഫ് കറിയും ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശൻ്റെ കോമ്പിനേഷന് സാമ്പാർ, ചട്നി, അതുപോലെ പുട്ടും കടല, അങ്ങനെയൊക്കെ ഓരോരോ സെറ്റ് ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ സെറ്റൊന്നും ശരിയാവില്ല കേട്ടോ. കാരണം ഇവിടെ ഇറച്ചി, മീൻ ഇതുണ്ടെങ്കിലേ ഇറങ്ങൂ. അല്ലാതെ ചിക്കന് അല്ലാതെ പിന്നെ ചട്നി സാമ്പാറൊന്നും മക്കൾ കഴിക്കില്ല കേട്ടോ. ശരിക്കും അതൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പം ഞാൻ എന്തുണ്ടാക്കിയാലും ഇനിയിപ്പം ഇഡ്ഡലി ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും എൻ്റെ കറി ചിക്കനോ ബീഫോ മീനോ അതന്നെ ആയിക്കോട്ടോ. പിന്നെ കുക്കിങ്ങിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും എണ്ണി പറഞ്ഞൊരു കുക്കിംഗ് ചാനൽ പോലെ ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഇന്ന് പോകുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അവളൊരു യൂട്യൂബറാണ്, കുക്കിംഗ് ചാനലാണ് അവളത് കേട്ടോ. കുക്കിങ്ങായിട്ട് സംബന്ധപ്പെട്ട വ്ളോഗ്സാണ് അവൾ ആഡ് ചെയ്യൽ. അപ്പം എല്ലാവരും കയറി കണ്ടു വെക്കേണ്ടി വിശേഷങ്ങളൊക്കെ ആയിട്ട്, അവളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. കുഞ്ഞാവ് രാവിലെ എണീച്ച് കുളിച്ചൊക്കെ റെഡിയായിട്ടോ. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല, എന്നാലും എങ്ങോട്ടോ പോകാനുണ്ടെന്ന് പറയുമ്പോൾ മക്കൾ വേഗം, എത്ര തണുപ്പാണെങ്കിലും കുളിക്കാൻ മടിയുണ്ടെങ്കിലും എങ്ങോട്ടോ പോകുകയെന്ന് പറയുമ്പോൾ പിന്നെ അവർ വേഗം കുളിയൊക്കെ കഴിക്കല്ലോ. അപ്പം കുഞ്ഞാവ കുളിച്ചിങ്ങോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് അമ്മ മാറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുക കേട്ടോ എൻ്റെ അടുത്ത്. പിന്നെ മോൻ എൻ്റെ വീട്ടിലേക്കാക്കണം, ഞാനും കുഞ്ഞാവയാണ് പോകുന്നത്. ഈ വീഡിയോ പിന്നെ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ദീപാവലിൻ്റെ ടൈമിൽ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ മടിയായിട്ട് അങ്ങനെ നിൽക്കേനി. ഇന്നിപ്പം വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ. ഞങ്ങൾ ഹോസ്റ്റലിലാട്ടോ പഠിച്ചത്. അപ്പം ഞാൻ 5 വർഷം ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിക്കോളാം. ഒരു സിസ്റ്റേഴ്സ്, നമുക്ക് എന്തും എന്താ പറയുക, അല്ലാതെ സ്കൂൾ വൈസായി പഠിച്ചതിനാട്ടിലും കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക ഹോസ്റ്റലിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കിടന്ന് ഉറങ്ങി, അങ്ങനത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേറൊരു ബോണ്ടാണല്ലോ. അപ്പം ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ. ഞങ്ങളൊരു 5-8 മാസമൊക്കെ ആയിട്ടോ അങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരാവേശത്തിലാണുള്ളത്, ഒത്തുകൂടാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് എപ്പോഴെങ്കിലും ഞങ്ങൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം നിൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം മക്കളും സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തിരക്കിലാണല്ലോ ഉണ്ടാവുക. നമുക്ക് വിചാരിക്കും പോലൊന്നും ഒരുമിച്ച് കൂടാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ഗ്യാങ്ങിലൊരു 10-12 കുട്ടികളുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റില്ല. കാരണം ഓരോരുത്തർ ജില്ലയിലൊക്കെയാണ്. മലപ്പുറം, വയനാട്, കണ്ണൂർ, അങ്ങനെ ഓരോരുത്തർ ജില്ലയിലാണ്. അതിൽ തന്നെ എല്ലാവരും ഒന്നും നാട്ടിലില്ല. അങ്ങനെ നമ്മൾ ബീഫും ദോശയും റെഡി ആയതിന് ചായ കുടിച്ച് പോയി കണ്ടിട്ട് മാറ്റട്ടെ കേട്ടോ. കുഞ്ഞാവോള് ചുട്ട ദോശ കേട്ടോ കഴിക്കുന്നത്. ഓളെന്നെ ഉണ്ടാക്കിയ കേട്ടോ. അതുകൊണ്ടൊക്കെ ഒരു മക്കൾക്ക് പോലെ തന്നെ സ്വന്തം ഉണ്ടാക്കുമ്പം പ്രത്യേക ഒരു സന്തോഷവും ടേസ്റ്റും ഒക്കെ തോന്നലാണല്ലോ.
അതാ ഞങ്ങൾ മാറ്റി ഇറങ്ങാം കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് പൂളപ്പൊരി കണ്ട് അത് വാങ്ങിയതാണ്. ഇത് ഞങ്ങൾ നൊസ്റ്റാൾജിയ ഐറ്റംസ് കേട്ടോ. കാരണം ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഓരോരോ കുട്ടികളെ വീട്ടിൽ നിന്നൊക്കെ പേരൻസൊക്കെ കാണാൻ വരുമല്ലോ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ കാണാൻ വരുമ്പം അന്നത്തെ കാലത്തൊക്കെ പൂളപ്പൊരി ചിപ്സുകളായിട്ട് ഐറ്റംസൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം സ്കൂളിട്ട് വന്ന് റൂമിലിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും കേട്ടോ. അതുപോലെ അച്ചാർ, ഈ ദ്വീപിലൊക്കെ ഉള്ള കുട്ടികളുണ്ട് ഞങ്ങളെ കൂടെ പഠിച്ച. അപ്പം ഒരു ദ്വീപിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഐറ്റംസ് ഇപ്പം ഒരു മീനച്ചാർ, ദ്വീപുണ്ട, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. പോകുന്ന വഴിക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വീട് പണി നടക്കേനി, അത് കണ്ട് പിന്നെ അതാ ഞങ്ങൾ ദീപാവലി മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. കാരണം ഇത് ദീപാവലിൻ്റെ ടൈമിൽ എടുത്തുവെച്ച വീഡിയോസാട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിയതാ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വീടെത്താനായി. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ചായയൊക്കെ കുടിച്ച്, ചായ തന്നിട്ട് അരമണിക്കൂറായിട്ടോ. കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുക. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അതെടുത്തതിന് ശേഷം രാത്രിയാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ പോലും ഉണ്ടായി. അത്രയ്ക്ക് കഥയിലായിനി. അങ്ങനെ പിന്നെ രാത്രി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്, സത്യം പറഞ്ഞാൽ രാത്രി ഉറങ്ങിയില്ല. ഫുള്ള് സംസാരം വർത്തമാനവും പറഞ്ഞുകൊണ്ട് പുലർച്ചെ 4:30-5 മണി ആയിരങ്ങാനുമാണ് ഉറങ്ങിയത്. ഞങ്ങളെല്ലാവരും ഹാളിലായിരുന്നു കിടന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലോഗറെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ, നെജു എന്നാട്ടോ. നെജൂസ് വേൾഡ് എന്ന് അടിച്ച് നോക്കിയാൽ മതി, കുക്കിംഗ് ചാനലാണ്. അപ്പം നെജു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് അവൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. പത്തിരിപ്പൊടി വാട്ടി വെച്ചിട്ടുണ്ട്, പിന്നെന്താ കറി അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പം നെജു എപ്പോഴോ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി. ഞങ്ങൾ നേരം വെളുത്ത് തന്നെ അറിഞ്ഞില്ല. ഞാൻ 8 മണിയൊക്കെ ആയിന് ഞാൻ എണീച്ച് വന്ന് നോക്കിയപ്പോൾ. അപ്പം ഇവിടെ ഒരു വീട്ടിൽ കിടക്കുന്നുണ്ട്. നെജുവിൻ്റെ മോന് എണീറ്റ് കരഞ്ഞപ്പം ഞാൻ വന്ന് നോക്കിയാട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തപ്പോൾ അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങി. നെജു തകൃതിയായിട്ട് ചായപ്പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നൈസ് പത്തിരി, പൂരി, പിന്നെ കാട് ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിന് കേട്ടോ. കുക്കിംഗ് ചാനലിൻ്റെ ആളായതുകൊണ്ട് പിന്നെ നെജുവിൻ്റെ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിന് കേട്ടോ. നമ്മൾ സ്ഥിരം കഴിക്കുന്ന കൈയൊന്ന് മാറി കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിന് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നേരം പിന്നെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു 4 മണിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടുന്ന് പോകുന്നത്. പിന്നെ പറയാൻ മറന്നുപോയി, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പം പിന്നെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ.